Okay, today we are discussing about the moment of inertia of a cylinder. Okay, ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്. ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ ആക്സിസ് PQ എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഓക്കെ, ഈ സിലിണ്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടർ ആണ് വെച്ചാൽ ഹോളോ സിലിണ്ടർ ആണ്, ഉള്ള പൊള്ളയായ സിലിണ്ടർ, ഹോളോ സിലിണ്ടർ. സോ അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ആക്സിസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് മൈ ആക്സിസ്. ഇതിന്റെ ഉള്ളിലൂടെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ആണ്. അപ്പോൾ ഇതിലൂടെ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം ഈ ആക്സിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ഓഫ് മാസ്, അതായത് ഇതിലൂടെ ഒരു ആക്സിസ്, ഇമാജിനറി ആക്സിസ് കടന്നു പോകുന്നു. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന സെന്റർ ഓഫ് മാസ് പ്ലസ് ma². അപ്പം ഈ ഒരു സിലിണ്ടറിനെ ഞാൻ ലാർജ് നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു സിലിണ്ടറിനെ ലാർജ് നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ, സോ അങ്ങനെയുള്ള ഒരു സർക്കിൾ അതാണ് ഇത്. അപ്പൊ പറയുമ്പോൾ ഏകദേശം ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ സർക്കിൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ഒരു ഹോളോ സിലിണ്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇത്തരത്തിലുള്ള ഒരു സ്മോൾ സെക്ഷൻ ഓഫ് ദ ഹോളോ സിലിണ്ടർ ആണ്. സോ അതിന്റെ തിക്നെസ് dx ആണ്. ഓക്കെ, ഇതിന്റെ ലീനിയർ ഡെൻസിറ്റി എന്താണ്? ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു പോർഷൻ, ഈ പോർഷന്റെ മാസ് എന്തായിരിക്കും? അതായത് ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ സർക്കിൾ അല്ലെ, ഇത്തരത്തിലുള്ള കുറെ ഹോളോ ഡിസ്ക് ചേർന്നിട്ടാണ് ഒരു സിലിണ്ടർ ഉണ്ടാകുന്നത്, ഹോളോ സിലിണ്ടർ ഉണ്ടാകുന്നത്. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഹോളോ സിലിണ്ടർ, അപ്പൊ ഈ ഒരു ഹോളോ സിലിണ്ടറിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. അപ്പൊ ഈ ആക്സിസിൽ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്ന ആക്സിസിൽ അനുഭവപ്പെടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് കണ്ടുപിടിക്കും. അതിനുശേഷം ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണ് എൻ്റെ ഐഡിയ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഈ ഒരു സ്മോൾ സെക്ഷൻ, ഈ സ്മോൾ സെക്ഷന്റെ മാസ് കണ്ടുപിടിക്കുക. വി നോ ദാറ്റ് ലീനിയർ ഡെൻസിറ്റി മാസ് ബൈ L, മാസ് ബൈ ലെങ്ത്. അപ്പൊ ഇതിന്റെ തിക്നെസ് dx ആണ്. അങ്ങനെയാണെങ്കിൽ the mass of this small section എന്തായിരിക്കും? that is dm. അതിൽ ഞാൻ dm എന്ന് കൊടുക്കുന്നു. dm equal to എന്തായിരിക്കും? mass divided by length into dx. okay, this is the mass of small section. okay, then അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്മോൾ സെക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇതിന് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതിന് ഞാൻ di എന്ന് പറയും. di. ഓക്കെ, അപ്പം ഇവിടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം PQ എന്ന് പറയുന്ന ആക്സിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ടു എന്തായിരിക്കും? moment of inertia about an axis passing through its center of mass of the body, okay, and the product of mass of the body and square of the distance between two axes, the real axis and imaginary axis. okay, appo ivide endana a ക്ക് പകരം ഇവിടെ എന്തായിരിക്കും? that is x square. so this is equation number 2. so di equal to I0 plus mx square. okay, ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എടുത്ത് നോക്കാം. I0 എന്തായിരിക്കും? I0 എന്ന് പറയുമ്പോൾ എന്താ, ഈ ഇങ്ങനെയുള്ള ആക്സിസ് ഇതാണ്, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സോ ഇതിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ദിസ് ഈസ് I0. അപ്പൊ ഒരു സർക്കിളിന്റെ ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ആംഗിൾ, ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, ആ ആക്സിലാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് എത്രയാണ്? ദാറ്റ് ഈസ് mr². അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ഇതിന്റെ കേസിൽ mr² ആണ്. ഇതെന്തായിരിക്കും? mr² by 2 ആയിരിക്കും. about diameter mr² by 2 ആയിരിക്കും. പ്ലസ് അപ്പൊ ഈ m എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ മാസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ dm ചേർക്കും. കാരണം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് എന്തായിരിക്കും? di equal to dmr² by 2. then ഇവിടെ m എന്ന് പറയുന്നത് എന്താ? that is dm into x². ഈ m എന്ന് പറയുന്നത് എന്താണ്? dm into x². ഓക്കേ, അപ്പോൾ പാരലൽ ആക്സിസ് തിയറം നമുക്ക് ഈ കേസിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. di equal to dmr² by 2 plus dmx². that is equation number 2.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഡി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് ഡി ഐ ഈക്വൽ ടു, ഓക്കെ, ഡി ഐ ഈക്വൽ ടു ഡി എമ്മിന് പകരം എന്ത് കൊടുക്കുക, എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്, എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്, ഓക്കെ, എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2, ഓക്കെ, പ്ലസ് ഇനി ഇവിടെ ഡി എമ്മിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് എം ബൈ എൽ ഓക്കെ into dx into x square, dx into x square. This is equation number 4. Okay, ഇനി എനിക്ക് ഇതിന്റെ ടോട്ടൽ മൗണ്ട് ഓഫ് ഇനീഷ്യ കാണാം. എന്ത് ചെയ്താൽ മതി, കാരണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ x കുറഞ്ഞ് എവിടെ എത്തും, 0 ൽ എത്തും. x കൂടിയിട്ട് എവിടെ എത്തും, L/2. അതായത് കുറഞ്ഞ് 0 അല്ല, വീണ്ടും ബാക്കോട്ടേക്ക് വരാം, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരാം. അപ്പം സെന്ററിൽ എത്തുമ്പോൾ 0 ആയിരിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ -L/2 ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ്, ഇന്റഗ്രേഷന്റെ ലിമിറ്റ് -L/2 to +L/2 ആണ്. ദാറ്റ് ഈസ് I ഈക്വൽ ടു ഇന്റഗ്രൽ, അല്ലേ? അപ്പോൾ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കോൺസ്റ്റന്റ് ഏതൊക്കെയാ, m/l കോൺസ്റ്റന്റ് ആണ്, r സ്ക്വയർ എന്താണ്, കോൺസ്റ്റന്റ് ആണ്, r²/2 അല്ലെ, mr²/2l കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് ബാക്കിയുള്ള ഇന്റഗ്രേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് -L/2 to +L/2 into dx, ഓക്കെ, പ്ലസ് പിന്നെ ഇവിടെ എന്താ ഉള്ളത്, m/l പുറത്തെടുക്കാം, then പിന്നെ -L/2 to +L/2 x², okay, x² dx, that is equation number 5. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം, then I equal to എന്താണ്, m r²/2l, mr²/2l. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x കിട്ടും, അല്ലേ? x കിട്ടി, പിന്നെ -L/2 to +L/2 പ്ലസ് m/l, പിന്നെ x³ 3, that is x³/3 -L/2 to +L/2, that is equation number 6. Okay, ഇനി വാല്യൂ അപ്ലൈ ചെയ്യാം, okay, that is m r²/2l. ഇവിടെ അപ്ലൈ ചെയ്തായിരിക്കും, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, L/2 minus of L/2, that is +L/2, okay, plus m/l. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഓക്കെ, then L³/8 plus L³/8, okay, that is I equal to mr²/2l, okay, L/2 plus L/2, that is L, then plus m/3l, L³/8 plus L³/8, that is 2L³/8, that is L³/4, L³/4, okay, so this is equation number 7, this is equation number 8. Okay, ഇനി നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ I equal to ഇവിടെ എന്താ വരിക, ഈ L ഉം L ക്യാൻസൽ ആവും, that is mr²/2 പ്ലസ് പിന്നെ ഇവിടെ L ഉം L² ആ, അപ്പോൾ ml²/12, okay, ml²/12. So this is the final expression. Okay, that is ഒരു ഹോളോ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് PQ എന്ന് പറയുന്ന ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും, that is mr²/2 plus ml²/12, where r is the radius of the hollow cylinder, okay, then L is the length of the hollow cylinder, okay, so this is the final expression, okay. ഒന്നുകൂടി ഞാൻ പറയാം, ഹോളോ സിലിണ്ടർ ആണ് എടുക്കുന്നത്. നമ്മുടെ ഐഡിയ എന്താ വെച്ചാൽ
ഹോളോ സിലിണ്ടറിനെ ലാർജ് നമ്പർ ഓഫ് കോൺസെൻട്രിക് റിംഗ് ആയിട്ട് മാറ്റുന്നു. ഒരു വലിയ ഹോളോ സിലിണ്ടറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കോൺസെൻട്രിക് റിംഗ് ആയിട്ട് മാറ്റുന്നു. ഇത്തരം കോൺസെൻട്രിക് റിംഗ് ചേർന്നിട്ടാണ് ഒരു ഹോളോ സിലിണ്ടർ ഉണ്ടാവുക. എന്നിട്ട് അത്തരത്തിലുള്ള ഒരു കോൺസെൻട്രിക് സർക്കിളാണ് ഇവിടെ ഞാൻ ഡോട്ടഡ് ലൈനിട്ട് കാണിച്ചിരിക്കുന്നത്. സോ അതിന്റെ മാസ് കണ്ടുപിടിക്കും. അതിനെയാണ് ഡി എം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡി എം ഈക്വൽ എം ബൈ എൽ ഇൻടു ഡി എക്സ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇവിടെ എഴുതുന്നിരിക്കുക. അപ്പോൾ ഈ ആക്സിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടി അവിടെ പാരലൽ ആക്സിസ് സ്ക്വയർ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ ഈക്വൽ I0 പ്ലസ് എം എ സ്ക്വയർ. ഇവിടെ എക്ക് പകരം എന്താ ഉള്ളത്? ദാറ്റ് ഈസ് എക്സ്. ഈ ആക്സിസിന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്. ദാറ്റ് ഈസ് ഡി ഐ ഈക്വൽ ടു I0 plus dm into x square. That is equation number 2. Then I0 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ പിന്നെ ഇത്തരത്തിലെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഇതിലൂടെ കടന്നു പോകുന്ന ആക്സിസ് അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? mr²/2 ആണെന്നറിയാം. ദാറ്റ് ഈസ് dmr²/2 പ്ലസ് dm into x square. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? dmന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് di equal m by l into dx by 2 r square അല്ലേ? by 2 into r square plus m by l into dx into x square. That is equation number 4. Then integrate ചെയ്യുന്നു. integrate ചെയ്യുമ്പോൾ minus l by 2 to plus l by 2 ആണ്. That is mr²/2l integral minus l by 2 to plus l by 2 dx plus m by l integral minus l by 2 to plus l by 2 x square dx. integrate ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? mr²/2l into x minus l by 2 to plus l by 2. ഇവിടെ m by l into x³/3. That is minus l by 2 to plus l by 2. Then value substitute ചെയ്യുന്നു. That is I equal mr²/2l into l by 2 to plus l by 2 plus m by 3l then l³/8 plus l³/8. Then we get I equal mr²/2l into l plus m by 3l into l³/4. That is equation number 8. Then finally we get I equal to mr²/2 plus ml²/12. So this is the moment of inertia of a hollow cylinder. So next one, a moment of inertia of a solid cylinder. So solid cylinder, അപ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ഉൾഭാഗം ഫിൽ ആയിരിക്കും. ഓക്കെ, so this is solid cylinder. Okay, solid cylinder. Solid cylinder. അപ്പോൾ solid cylinder നമുക്ക് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം? ഒന്ന്, ഇതൊരു സോളിഡ് സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സോളിഡ് സിലിണ്ടറിൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അത് ഇറ്റ്സ് ഓൺ ആക്സിസ്, ആക്സിസ് ഓഫ് സിമെട്രി. നമ്മൾ എല്ലാ ഭാഗത്തും ഒരുപോലുള്ള. അപ്പോൾ അങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഒരു സോളിഡ് സിലിണ്ടർ ഇങ്ങനെയുള്ളൊരു സോളിഡ് സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ സോളിഡ് സിലിണ്ടർ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ദാറ്റ് ഈസ് ഡിസ്കിന്റെ കേസാണ്. ഡിസ്കാണ്, കുറെ ഡിസ്ക് ചേർന്നിട്ടാണ് ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ടാകുന്നത്. ഹോളോ സിലിണ്ടർ കുറെ റിംഗ് ചേർന്നിട്ടാണ് ഹോളോ സിലിണ്ടർ ഉണ്ടാകുന്നതെങ്കിൽ കുറെ ഡിസ്ക് ചേർന്നിട്ടാണ് സോളിഡ് സിലിണ്ടർ ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്കറിയാം ഡിസ്കിന്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, ദാറ്റ് ഈസ് mr²/2. ഓക്കെ, അപ്പം ആക്സിസ്, അതായത് ഒരു സോളിഡ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഓർ ഇറ്റ്സ് ഓൺ ആക്സിസ് ഓർ ആക്സിസ് ഓഫ് സിമെട്രി അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് mr²/2. ഇനി അതല്ല, ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അതായത് ഇത് പെർപെൻഡിക്കുലർ ആണ്. സോളിഡ് സിലിണ്ടർ അതിന് ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഹോളോ സിലിണ്ടർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എന്തായിരിക്കും? ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഡെൻസിറ്റി ഒക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഈ ഷെയ്ഡഡ് പോർഷന്റെ മാസ് കാണുന്നു. ദാറ്റ് ഈസ് m by l into dx. Okay, that is dm. This is the mass of small section. Then ഇവിടെ നമ്മൾ parallel axis theorem apply ചെയ്യുന്നു. That is di equal to എന്താണ്? di equal to I0 plus dm into x square. That is equation number 2. Okay, ഇനി I0 എന്ന് പറയുന്നത് എന്താ? I0 എന്ന് പറയുന്നത് ഇവിടെ mr²/4 ആയിരിക്കും. mr²/4 കാരണം ഒരു ഡിസ്ക് തന്നെയാണ് ഇതല്ലേ, കുറെ ഡിസ്ക് ചേർന്നിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അബൌട്ട് ഡയമീറ്റർ, ഡിസ്കിന്റെ അബൌട്ട് ഡയമീറ്റർ എന്തായിരിക്കും? ദാറ്റ് ഈസ് mr²/4 ആണ്. ഓക്കെ, then mr²/4 plus dm into x square. Okay,
ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതിനെ മാറ്റുന്നു. എം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി എം എന്നല്ല, ഡി എം ആർ സ്ക്വയർ. ഡി എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് I0 di equal to di equal to dm എന്ന് പറയുന്നത് എന്താ, m by l, m by l into dx, okay, into r square plus പിന്നെ dm m by l into x square dx. നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് I ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇവിടെ r² ബൈ 4 കൂടി ഇവിടെ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് m by 4l into r². ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആയിരിക്കും. അപ്പോൾ x പിന്നെ നേരത്തെ അതേ മെത്തേഡ് l/2 to plus l/2 ഇന്റഗ്രേഷൻ ലിമിറ്റ് പ്ലസ് m by l അല്ലേ. പിന്നെ ഇവിടെ എന്തായിരിക്കും, x² dx ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് x³ 3 മൈനസ് l/2 to plus l/2. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പൊ എന്താണ് വ്യത്യാസം, ഇവിടെ ഒരു 4 ഉണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, then I equal to m, okay, r² divided by 4l into l/2 plus l/2, that is l. Okay, then ഇവിടെ എന്ത് കിട്ടി, mr² by 4 plus ഇവിടെ എന്താണ് വരിക, that is m by l, ഇവിടെ 3 പുറത്തേക്ക് എടുക്കുന്നു, then l³ by 8 plus l³ by 8, that is 2l³ by 8, that is l³ by 4. That is equal to I equal to mr² by 4 plus ml² by 12. This is the final expression. So hollow cylinder ആയിട്ട് എന്താണ് വ്യത്യാസം ഉള്ളത്? hollow cylinder ഇവിടെ mr² by 2 ആയിരുന്നു, ഇവിടെ mr² by 4. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. So mr² by 4 plus ml² by 12. Okay, നമ്മുടെ മെത്തേഡ് hollow cylinder മെത്തേഡിന് ഇവിടെ മാത്രമേ മാറ്റുള്ളൂ. So this is the moment of inertia of a solid cylinder, that is I equal to mr² by 4 plus ml² by 12. Okay, next one, moment of inertia of a annular ring. Annular ring എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു വലിയ റിങ്, അതിന്റെ വലിയൊരു ഡിസ്ക് ആണ് ഇരിക്കുക. ആ ഡിസ്കിന്റെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും തിക്നെസ് മാത്രമായിരിക്കും അതിനുണ്ടാകുക. ഇവിടെ എന്തായിരിക്കും, അവിടെ സ്പേസ് ആയിരിക്കും. That is the annular ring. Okay, അങ്ങനെയാണെങ്കിൽ ഈ inner radius, that is r1 is the inner radius. Okay, r1 inner radius, then r2 outer radius. Okay, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു annular ring, ആ annular ringനെ large number of concentric circle ആയി ഡിവൈഡ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യും. സോ അങ്ങനെയുള്ള ഒരു കോൺസെൻട്രിക് സർക്കിൾ ആണ് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കോൺസെൻട്രിക് സർക്കിളിന്റെ thickness എന്ന് പറയുന്നത് എന്താണ്, that is dx, thickness dx ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഈ annular ring അതിന്റെ ആ പോർഷന്റെ മാസ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ മാസ് എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് മാസ് പെർ യൂണിറ്റ് ഏരിയ, annular ringന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ എത്രയാണ്? സോ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണ്. ഓക്കെ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, സോ ഇവിടെ ഈ ഇവിടെ എന്താണ്, ഹോളോ പാർട്ട് ആണിത്. അപ്പൊ ഇത് നമ്മൾ ഇത് മൈനസ് ചെയ്യണം. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ടോട്ടൽ മാസ്. ഓക്കെ, ഇനി ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ എന്താണ്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏരിയ, ഇതിന്റെ ഏരിയ മൈനസ് ഇത്രയും ഭാഗങ്ങൾ എന്താ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ക്യാപിറ്റൽ R1² മൈനസ് പൈ ക്യാപിറ്റൽ R2². ഓക്കെ, സോ ഇത് ഹോളോ ആയിട്ടുള്ള ഭാഗമാണ്, ഇവിടെ മാത്രമേ ഇതിന്റെ പാർട്സ് ഉള്ളൂ. ഓക്കെ, ദെൻ സോ അങ്ങനെയാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്തായിരിക്കും? മാസ് പെർ
unit area, mass per unit area, that is equal to the capital M divided by, that is pi, okay, r1 square minus r2 square. Pi M divided by pi into r1 square minus r2 square. Okay, so this is the total area, അതായത് മാസ് പെർ യൂണിറ്റ് ഏരിയ. ഇനി ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം, സോ ആ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഏരിയ എന്തായിരിക്കും? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2π x ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ, ഓക്കേ, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു π, ഓക്കേ, അതായത് 2π x into dx. This is the area of the shaded portion. ഈ shaded portion ന്റെ ഏരിയ ഇതാണ്. Okay, dx എന്ന് പറയുന്നത് ഇതിന്റെ thickness ആണ്. This is equation number 1, equation number 2, equation number 3. This is area of the shaded portion. Area of the shaded portion. Shaded portion. Okay, this is the area. Okay, so അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് എന്തായിരിക്കും? മാസ് എന്ന് പറയുന്നത്, സോ ഇത്രയും ഏരിയ യൂണിറ്റ്, അതായത് മാസ് പെർ യൂണിറ്റ് ഏരിയ ഇതാണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ദാറ്റ് ഈസ് dm, മാസ് ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ദാറ്റ് ഈസ് dm ഈക്വൽ ടു എന്താണ്? മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻടു ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ 2 ഇൻടു ഇക്വേഷൻ 3 എന്ന് വരും അല്ലേ? അതായത് ഒരു യൂണിറ്റ് ഏരിയയുടെ മാസ് നമുക്കറിയാം, അതുപോലെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത്രയും ആ ഷെയ്ഡഡ് ഭാഗത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഇക്വേഷൻ 2 × 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? m ഡിവൈഡ് ബൈ, ഓക്കേ, m ഡിവൈഡ് ബൈ pi r1 സ്ക്വയർ മൈനസ് r2 സ്ക്വയർ, ഓക്കേ, ഇൻടു 2π x into dx. 2π x into dx. That is equation number 4. Okay, m divided by pi into r1 square minus r2 square into 2π x into dx. ഇവിടെ നമ്മൾ pi ക്യാൻസൽ ചെയ്തു പോയി. Okay, then ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണണം. എന്തായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ? ദാറ്റ് ഈസ് dm into x square. ഇതായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ. Okay, dm into x square. അപ്പോൾ നമുക്ക് ഇവിടെ dm എന്ന് പറയുന്നത് is m divided by r1 square minus r2 square, okay, into 2x dx into x square. അപ്പോൾ ഇവിടെ എന്താ വരും? di. So di equal to m 2x cube dx divided by r1 square minus r2 square. Okay, r1 square minus r2 square. Okay, so ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. i കണ്ടുപിടിക്കാൻ, i കാണാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ലിമിറ്റ് എന്തായിരിക്കും? ലോവർ ലിമിറ്റ് r1, അപ്പർ ലിമിറ്റ് r2, ഇന്റഗ്രൽ r1 to r2. Okay, m 2x cube dx divided by r1 square minus r2 square. Okay, സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഫൈനൽ വാല്യൂ കിട്ടുന്നുണ്ടാവും. ഓക്കേ, ഓക്കേ, ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5, ദിസ് ഇക്വേഷൻ 7, സോ 6, ഇക്വേഷൻ 7, ഇക്വേഷൻ 8. ഓക്കേ, അപ്പോൾ ഞാൻ ഇക്വേഷൻ 8, ആ ഇക്വേഷൻ 8 ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കേ, ഇക്വേഷൻ 8 എന്താണ്? ഇക്വേഷൻ 8 ദാറ്റ് ഈസ് I. ഓക്കേ, ഇക്വേഷൻ 8 ൽ നിന്ന് ഇത് കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് m കോൺസ്റ്റന്റ് ആണ്, ഓക്കേ, 2 കോൺസ്റ്റന്റ് ആണ്, 2 ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഡിവൈഡഡ് ബൈ എന്താണ്? r1 സ്ക്വയർ മൈനസ് r2 സ്ക്വയർ. ഓക്കേ, r2 സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ദാറ്റ് ഈസ് x ക്യൂബ് dx ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. r അതായത് r1 to r2, x cube dx. That is equation number 9. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? That is I equal to 2m divided by
r2 square minus r1 square minus r2 square. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x raised to 4 by 4 അല്ലേ, x raised to 4 by 4 ലിമിറ്റ് കൊടുക്കുക r1 to r, that is equation number 10. Okay, equation 10. Then ചെറുതായിട്ട് ഇവിടെ നമ്മൾ മാറ്റി എഴുതുന്നു. Okay, that is I equal to 2m by r1 square minus r2 square. Okay, ഇവിടെ എന്താണ് 4 ഉണ്ടാവും. Then x raised to 4 അല്ലേ, ആദ്യം എന്ത് കൊടുക്കും r2 raised to 4 minus r1 raised to 4. Okay, that is equation number 11. Okay, that is equation number 11. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. That is I equal to 2m divided by 4 r1 square, okay, minus r2 square. ഇത് എങ്ങനെ എഴുതാം, r2 square minus r1 square into r2 square plus r1 square. ഇങ്ങനെ എഴുതാൻ നമുക്ക് പറ്റും. a square minus b square equal to a plus b into a minus b. ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. That is equation number 12. നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കൊടുക്കും. ബാക്കി എന്താ ഉള്ളത്, that is I equal to ഈ 2 ഇതിൽ നിന്ന് പോയി അല്ലേ, m divided by, okay, m divided by 2, okay, into r2 square plus r1 square. That is equation number 13. This is the final expression. So ഇതായിരിക്കും ഒരു annular ring. അതിനെ റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ that is equal to I equal to m by 2 into r2 square plus r1 square. Okay, so ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. നമ്മളൊരു annular ring ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ. That is m divided by pi r1 square minus pi r2 square. Okay, then നമ്മൾ ഇതിനെ ഈ annular ringനെ ഒരു ഷെയ്ഡഡ് പോർഷൻ എടുക്കുന്നു. ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 2 pi x into dx ആണ്, കാരണം തിക്നെസ് dx ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ഷെയ്ഡഡ് പോർഷന്റെ മാസ് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇൻടു മാസ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ദാറ്റ് ഈസ് dm equal to m divided by pi r1 square minus pi r2 square into 2 pi x into dx. Okay, 2 pi x into dx. Then അവിടെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ r1 to r2. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് r1 to r2 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. That is integral r1 r2 m2x cube dx divided by r2 square minus r1 square minus r2 square. Okay, r2 square, that is equation number 8. Then ഇവിടെ കോൺസ്റ്റന്റ് പുറത്തെടുക്കും. That is I equal to 2m divided by r1 square minus r2 square integral r1 to r2 x cube dx. That is equation number 9. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4 by 4, that is I equal to 2m by r1 square minus r2 square into x raised to 4 by 4 r1 to r2. That is equation number 10. Then നമ്മൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. That is I equal to 2m divided by r1 square minus r2 square into 4 into r2 raised to 4 minus r1 raised to 4. That is equation number 11. Then I equal to 2m divided by 4 into r1 square minus r2 square into r2 square minus r1 square into r2 square plus r1 square. കാരണം ഇവിടെ r2 square minus r1 square cancel ചെയ്തു പോകും. That is I equal to m by 2 into r2 square plus r1 square. That is the final equation. So moment of inertia I equal to m by 2 into r2 square minus r2 square plus r1 square. Okay, so this is the moment of inertia of an annular ring. Okay, but in the next class.